അല്ലേ? വയനാട് ഫണ്ട് പിരിച്ച് കോൺഗ്രസ് പുട്ടടിച്ചിട്ട് ഇപ്പോ കുറ്റം സർക്കാരിന്. ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ടി സിദ്ദിഖ് എം.എൽ.എയുടെ. നാട്ടുകാരിത് കേൾക്കണം. ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇക്കഴിഞ്ഞ ജൂലൈ 30-ന് ഒരു വർഷം തികഞ്ഞു. ആ ജൂലൈ 30-ന് കല്ലിടുമെന്ന് പ്രഖ്യാപിച്ചവരാണ്. ജൂലൈ 30 കഴിഞ്ഞു, ഓഗസ്റ്റ് 30 കഴിഞ്ഞു, സെപ്റ്റംബർ 30 കഴിഞ്ഞു, ഒക്ടോബർ 30 കഴിഞ്ഞു. ഇന്ന് നവംബർ 1 ആയപ്പോൾ ആ കല്ലിടാത്ത കാര്യത്തിന്റെ കുറ്റം ആർക്കെന്ന് കേൾക്കണ്ടേ? രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീട് ആ വീട് നിർമ്മിക്കാനും പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പ് നടപടി കോൺഗ്രസിന്റേത് അവസാന ഘട്ടത്തിലാണ്. അതിൽ എന്തുകൊണ്ട് ഇതുവരെ തടസ്സം വന്നു എന്നുള്ളത് കൃത്യമായി ഒന്ന് പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നമ്മൾ പരിശോധിക്കാൻ കൊടുത്ത ഡോക്യുമെന്റിൽ വളരെ മൈന്യൂട്ടായതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആക്കി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയതായ കാര്യങ്ങളാണ്. ഞങ്ങൾ 50ഓളം വരുന്ന ഡോക്യുമെന്റുകൾ നമ്മളിപ്പോൾ പരിശോധിച്ചിട്ടുണ്ട്. ആ ഓരോ ഡോക്യുമെന്റും പരിശോധിക്കാൻ സമയമെടുത്തു. നേരത്തെ ഞങ്ങൾ ഒരു ലാൻഡിന് ഞങ്ങൾ ഡോക്യുമെന്റ് പരിശോധിച്ചു, ലാൻഡ് ബോർഡിൽ നിന്ന് ക്ലിയറൻസ് കിട്ടി. ആ ലാൻഡ് ബോർഡിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയപ്പോൾ ഞാൻ അവരോട് ഒരു മറുപടി കത്ത് മുഖാന്തരം ഞാൻ ചോദിച്ചു, ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് റിട്ടേൺ ആയിട്ട് തരണം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ലീഗിന്റെ ഭൂമിയിൽ അവര് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്ന സമയത്താണ്. അപ്പൊ അത് മറുപടി വന്നു, ഇതിൽ നിലവിൽ പരിശോധിച്ചതിലൊന്നും കുഴപ്പമില്ല എന്നുള്ള മറുപടി പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ഒരു കത്ത് കൊടുത്തു, നിലവിൽ പരിശോധിച്ചത് എന്നുള്ളത് പോരാ, ഇതിന് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു കുഴപ്പം എന്നോട് പറഞ്ഞു. 1970-കളിൽ രചനാമ്മാൾ എന്ന് പറയുന്ന ഒരു ലേഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇഷ്യൂ ആ ലാൻഡിൽ പറഞ്ഞു. അങ്ങനെ അവസാനം ഞങ്ങൾ ഫൈനലൈസ് ചെയ്തതായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകേണ്ടി. വീണ്ടും ഞങ്ങൾ നിരവധി പ്രോപ്പർട്ടി പരിശോധിച്ചു. അപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു ലാൻഡ് വയനാട്ടിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. സർക്കാർ കൂടെ നിന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ലാൻഡ് എടുത്ത് നിർമ്മാണം ഒരു നല്ല ഘട്ടത്തിലേക്ക് പോകുമായിരുന്നു. കേട്ടില്ലേ? സർക്കാർ ഞങ്ങളെ ഭൂമിയെ ബുദ്ധിമുട്ടിക്കുന്നു അത്രേ, അത് ഉദ്യോഗസ്ഥരെ കൊണ്ട്. അതായത് ചട്ടവിരുദ്ധമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഉടായ്പ രേഖ കൊണ്ടുവന്നാൽ ഉടനടി അത് ഒപ്പിടാത്തത് സർക്കാരിന്റെ കുറ്റമാണത്രേ. പല സന്നദ്ധ സംഘടനകളും ഭൂമി വാങ്ങി വീട് വെച്ചു. ലീഗിന്റെ തോട്ടഭൂമി ആണെങ്കിൽ പോലും ഒടുവിൽ അതിൽ പോലും സർക്കാർ വിട്ടുവീഴ്ച ചെയ്ത് ജനങ്ങൾക്ക് വീട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ കമ്മീഷൻ അടിച്ച് 60,000 രൂപയുടെ ഭൂമി പൊന്നും വിലയ്ക്ക് 1,30,000 രൂപയ്ക്ക് മേടിച്ചത് വരെ വീട് വയ്ക്കാൻ അനുമതി കൊടുത്തു. എന്നിട്ടും ഏതോ കാട്ടിനിടയിൽ പോയി ഒരു ഭൂമി നോക്കി വെച്ചിട്ട് വന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണേ. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ അങ്ങ് പോകും. പിന്നീട് ക്രമവിരുദ്ധമായിട്ടോ ചട്ടവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ഭൂമി ഒപ്പിട്ട് കൊടുത്താൽ തൂങ്ങേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായിട്ടും വീട് വയ്ക്കാൻ അനുയോജ്യമല്ലാത്ത ഏതെങ്കിലും ഭൂമി കൊണ്ടുവന്നിട്ട് അതിൽ കൃത്രിമം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുമോ? അവർ ചെയ്യത്തില്ല. അതിന് പിണറായി വിജയനല്ല, ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകില്ല. അതിനും കുറ്റം സർക്കാരിന്. വയനാട് ഫണ്ട് പിരിച്ചെടുത്തത് എത്രയെന്നറിയില്ല. അത് പിരിച്ചെടുത്ത ആപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കൈമലർത്തി കാട്ടുകയാണ്. ഇങ്ങനെയുള്ളവരാണ് ആദ്യ ക്യാബിനറ്റിൽ നിങ്ങൾക്ക് അത് തരും, നിങ്ങൾക്ക് ഇത് തരും, എല്ലാം ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള മോഹന വാഗ്ദാനം കൊടുക്കുമ്പോൾ ജനം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീർ പൈസയാണ്. അത് വെച്ചിട്ട് ഒരു തുണ്ട് ഭൂമി മേടിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് നാട് നീളെ നടന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. ആ വാഗ്ദാനങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വയനാട് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഒരു വീട് വെച്ച് സർക്കാരിന്റെ മുന്നിൽ കാട്ടിക്കൊടുത്തിട്ട് നിങ്ങളെക്കാൾ മികച്ചത് പ്രതിപക്ഷമാണെന്ന് തെളിയിക്കുന്നതിന് പകരം നാവുകൊണ്ടും കുറച്ച് മാധ്യമങ്ങളെ കൊണ്ട് ഡയലോഗ് അടിച്ചങ്ങ് ജീവിക്കുകയാണ്. ഇതാണോ ക്രിയാത്മക പ്രതിപക്ഷം? വയനാട് ദുരന്തത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ ഗർഭഛിദ്രത്തിനും ഞരമ്പൻ പരിപാടികൾക്കും ആഡംബര ഹോട്ടലിനൊക്കെ കൊടുത്തതിന്റെ കഥകൾ പുറത്തു വന്നു. ആ ഫണ്ട് എങ്ങോട്ട് പോയെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. അതിനോടൊപ്പമാണ് കോൺഗ്രസിന് എത്ര രൂപ കിട്ടി എന്നുള്ളത് ഇതുവരെ ഒരു വ്യക്തിയും ഡീറ്റെയിൽഡ് അടക്കം പുറത്തേക്ക് വിട്ടിട്ടുമില്ല. അങ്ങനെ ഉടായ്പ് കാണിച്ച് നടക്കുന്നവർ ഇപ്പോ സർക്കാരിനെ പഴിചാരുന്നുണ്ടെങ്കിൽ കഴിവുകേടെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? അവർ സ്വന്തം നിലയ്ക്ക് പിരിച്ചെടുത്ത പൈസ, ആ പണത്തിന് 1 സെന്റ് ഭൂമി വാങ്ങി ഒരു മനുഷ്യന് വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്ത ഇവരാണോ നാളെ കേരളത്തിലെ 4.5 കോടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പോകുന്നതെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മാത്രമേ
ഈ ഒരു പ്രതികരണം മുൻനിർത്തി ചോദിക്കാനുള്ളൂ.